കോഴിക്കോട് തീർച്ചയായിട്ടും BJPക്ക് നല്ലൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. കാരണം ഇത് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ മോദി സർക്കാരിന്റെ പല നേട്ടങ്ങളും സാധാരണക്കാരിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഗുണങ്ങളും അതിന്റെ പ്രയോജനങ്ങളും നേടുന്ന ഒരു നല്ല വിഭാഗം തന്നെ നമ്മുടെ കോഴിക്കോടും ഉണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും BJPക്ക് അതിൽ നേട്ടം ഉണ്ടാക്കാൻ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. വോട്ട് ശതമാനം ഉയരും എന്ന കാര്യത്തിൽ തീർച്ചയായും ഒരു സംശയവും ഇല്ല. പ്രത്യേകിച്ച് രമേശാണ്. അതെ, MT രമേശിനെ പോലെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വവും കൂടി തെരഞ്ഞെടുപ്പിൽ ഒരു മാനദണ്ഡമാണ്. തീർച്ചയായിട്ടും ഒരു വലിയ മാനദണ്ഡമാണ്. അതുകൂടാതെ മോദിജിയുടെ ഞാൻ പറഞ്ഞിട്ടുള്ള പല ജനോപകാരപ്രദമായിട്ടുള്ള പല പദ്ധതികളും അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്, എല്ലാവരും സമ്മതിക്കുന്ന കാര്യവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും BJPക്ക് അതിനൊരു ഗുണം. നമ്മുടെ രാഘവേട്ടന് പക്ഷേ അപ്പോൾ ഒരു വലിയ എതിരാളിയാവോ നമ്മുടെ ഈ രമേശ് വളവനകരിയും ഒക്കെ അവസ്ഥ എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ചതാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഒരു ചെറിയൊരു എതിർപ്പുണ്ട്, പക്ഷെ എന്നാലും ഒരു ശക്തിയായ ഒരു മത്സരം തന്നെ കാണുന്നത് ആണ്. രാഘവേട്ടനെ പക്ഷേ കോഴിക്കോടുകാർക്ക് അങ്ങനെ കൈവിടാൻ പറ്റുന്നില്ല. ഇല്ല അല്ലേ? ഇല്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്കും അദ്ദേഹത്തോട് ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു. ജനകീയനാണ്. അപ്പൊ ജനകീയനായ രാഘവേട്ടനെയും വ്യക്തിപ്രഭാവമുള്ള രമേശിനെ നേരിടാൻ പോകുന്ന ഇളമരം കരിയുമോ? സാധ്യതയുണ്ടോ? 100%. എന്താ സാധ്യത? അത്ര ഉറപ്പ്? നമ്മൾ 15 വർഷം പാഴായി. ഇവിടെ എന്ത് വികസനമാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ടെങ്കിൽ എന്താണെന്ന് ചൂണ്ടിക്കാട്ടി തരാൻ ഒന്നുമില്ല, ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇത് ഈ നാട് മാറിയത് ഇവിടെ 15 വർഷമായിട്ട് എന്താണ് ഈ ഒരു 10 പൈസ ഈ ബേപ്പൂരേക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ഏറ്റവും വലിയ ഇതാണ് ടൂറിസ്റ്റ് കേന്ദ്രം ബേപ്പൂരിന്റെ. അവിടേക്ക് എന്ത് ചെയ്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെ ഞങ്ങളൊക്കെ ഈ ഇലക്ഷൻ ടൈമിനല്ലാതെ പിന്നെ രാഘവേട്ടനെ കണ്ടിട്ടില്ല. പക്ഷേ രാഘവേട്ടൻ പൊതുവേ കോഴിക്കോട് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു കേട്ടിരുന്നു. അല്ലേ? അങ്ങനെ രാഘവേട്ടൻ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ കണ്ടിട്ടില്ല. എന്താ ഈ കല്യാണ വീട്ടിലും മരിച്ച വീട്ടിലും അല്ലാണ്ട് മറ്റുള്ള ഒരു സ്ഥലത്ത് ഈ രാഘവേട്ടൻ ഉണ്ടാവില്ല. മറ്റൊരു സ്ഥലം ഉദ്ദേശിച്ചത് എവിടെയാ? മറ്റ് ഒരു വികസന പ്രവർത്തകർ ജനങ്ങളെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ മണ്ഡലത്തിൽ പണം ചെലവാക്കി. എന്ത് പണം ചെലവാക്കി? ഒരു സ്ഥലത്തും പണം ചെലവാക്കാനില്ല. കല്യാണ വീട്ടിൽ സജീവാണ്, മരിച്ച വീട്ടിൽ സജീവാണ്, ചിരിച്ചു കാണിക്കാൻ മുമ്പിലുണ്ടാവും. പാർലമെന്റിലെ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ രാഘവേട്ടൻ ഉണ്ടാവില്ല. 19 ആള് വെറും പാഴാണ്. ആണോ? അപ്പൊ അതിനെതിരെയുള്ള ഒരു വികാരമാണോ കോഴിക്കോടുള്ളത്? വികാരം തീർച്ചയായും. രാഘവേട്ടനെ കുറിച്ച് അങ്ങനെ അഭിപ്രായം ഉണ്ടോ? അങ്ങനൊന്നുമില്ല. 100% രാഘവേട്ടൻ ജയിക്കും. 100% മുസ്ലിം മേഖലയിൽ ഈ കാന്നുള്ള വലിയ അക്ഷരം കരീം ക ജയിക്കൂല. അത് 100% രാഘവേട്ടൻ തന്നെ ജയിക്കും. മനസ്സുകളിൽ രാഘവേട്ടനാണ്. അപ്പൊ രാഘവേട്ടൻ കല്യാണ വീട്ടിലും മരണ വീട്ടിലും ഒക്കെ ഉള്ളൂ എന്നാണ് ഇവരുടെ ഒരു വിമർശനം. കല്യാണ വീട്ടിലും മരണ വീട്ടിലും മാത്രം പോകണോണ്ടാണ് വികസന. നിങ്ങൾ അവിടെ പോകുന്നോണ്ടല്ലേ അവിടെ കാണുന്നത്? നിങ്ങൾ മറ്റു സ്ഥലത്ത് പോയാൽ കാണും. അതായത് ജയിച്ചു പോയതിനു ശേഷം ഞങ്ങൾ ഈ കാണുന്നത് ഈ വോട്ട് അഭ്യർത്ഥിക്കാൻ ഇവിടെ വന്നതിന് ശേഷം. അതിന് മുമ്പ് ഒരു വികസന പ്രവർത്തനം അദ്ദേഹം വന്നിട്ടില്ല. ആണോ? ഒരു നിമിഷം. അങ്ങനെയാണോ? ഒരിക്കലും രാഘവേട്ടൻ ഈ കല്യാണ വീട്ടിലല്ലാതെ MK രാഘവേട്ടൻ ഈ പറഞ്ഞ കൗൺസിലർ തന്നെ MK രാഘവേട്ടൻ ഒരു ഐമാസിലായിട്ട് ഇവിടെ 2023 ഈ അടുത്ത മേഖലയിൽ പുണർവളപ്പില് പാസ്സാക്കി. അതിന്റെ എല്ലാ പ്രവർത്തന അവസാന ഘട്ടത്തിൽ അവിടെ ആവശ്യമില്ലാന്ന് പറഞ്ഞ് അത് നിർത്തലാക്കിയ ഒരു കൗൺസിലറാണ്. MP കൊണ്ടുവന്ന വികസന പ്രവർത്തനം പോലും കൗൺസിലർ തടഞ്ഞു വെച്ചു. അതായത് രാഘവേട്ടൻ ഇവര് ഒരു ഫണ്ട് അനുവദിച്ചാല് അത് നടപ്പിലാക്കേണ്ടത് താഴെ ഘടകത്തിലുള്ള ആൾക്കാരാണ്, കോർപ്പറേഷനാണ്, സംസ്ഥാന ഗവൺമെന്റ്. ഇവിടെ കൗൺസിലറിന് തടസ്സം നിന്നു. ആണോ? അപ്പൊ MPയുടെ വികസന പ്രവർത്തനത്തിന് ഈ കൗൺസിലറാണോ? ആ കൗൺസിലർ ആണോ? കൗൺസിലറെ ഹൈമാസ്ക് ഞാൻ പറയാം. രാഘവേട്ടൻ 15 വർഷത്തിന്റെ ഉള്ളിൽ എന്റെ വാർഡിലേക്ക് അല്ലെങ്കിൽ ബേപ്പൂരേക്ക് തന്ന ഒരു ഹൈമാസ്റ്റ് ആണ്. അത് ഹൈവേ റോഡിനും മെയിൻ റോഡിനെ പാടുള്ളൂ, അല്ലാതെ ഒരു ചെറിയൊരു പിന്നെ കടപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂല. അതിന്റെ ഫണ്ട് അടയ്ക്കേണ്ടത് കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പൊ ചെയ്യുന്നത് ഫുള്ള് പിന്നെ ട്യൂബുകളൊക്കെ മാറ്റി LED ലൈറ്റുകളാക്കാം. വലിയൊരു എമൗണ്ട് തന്നെ ഈ ഇതിന് വേണം. അപ്പൊ നമ്മൾ കോർപ്പറേഷൻ കൗൺസിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഹൈവേ റോഡിനോ മെയിൻ റോഡിനെ പാടുള്ളൂ. അത് ഞാൻ പറഞ്ഞേ ബേപ്പൂർ അങ്ങാടിയിൽ അത് പറ്റൂല. ഈ പൂണാർവളപ്പ് ഭാഗത്ത് തന്നെ വെക്കണം എന്നാണ് ഇവരുടെ നിർദ്ദേശം. അത് വെക്കാൻ പറ്റൂല, കൗൺസിൽ അംഗീകാരം തരണ്ടേ? നിയമപരമായി വെക്കാൻ പറ്റില്ല. ആണോ? അപ്പൊ നിയമപരമായി വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു നിയമവും ഇല്ല. അത് ഇവരെ കൗൺസിൽ LDFന്റെ കൗൺസിലാണ്. രാഘവേട്ടന്റെ പ്രവർത്തനം ഇവിടെ ഉണ്ടാവരുത് എന്നുള്ള ലക്ഷ്യത്തോടെ ഇവിടെ ബേപ്പൂര് സംശയത്തില് ഈ ഹൈമാസ്റ്റ് ലൈറ്റിന് വേണ്ടി സാഗർമാല എന്ന് പറഞ്ഞ പദ്ധതി രാഘവേട്ടൻ അതിന്റെ എല്ലാ പ്രവർത്തനം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തില്ല. താങ്കൾക്ക് കൃത്യം സാഗർമാല ഒന്ന് പറഞ്ഞോട്ടെ. ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്നത് ഫിഷിംഗ് ഹാർബറിലാണ്. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്നതാണ് ഞങ്ങളെ ഫിഷിംഗ് ഹാർബർ മേഖല. അവിടേക്ക് ഈ 15 കൊല്ലം കൊണ്ട് ഈ MP എന്നുള്ള നിലക്ക് എന്താണ് ചെയ്തത്? ഒരു മൂത്രപ്പുരയെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നോ?
അവിടെ ഓൾറെഡി ഉള്ളതാണ് മൂത്രം. അത് ശരി, ഒരെണ്ണം നമ്മുടെ എം പിയോടാണ് അല്ല, നിങ്ങളുടെ നിലവിലുള്ള മൂത്രപ്പുരയ്ക്ക് പുറമെ 2 മൂത്രപ്പുര വന്നിട്ട് കാര്യം. എല്ലാ വർഷവും അദ്ദേഹത്തിന് വോട്ട് വർദ്ധിച്ചിട്ടുണ്ടല്ലോ ഈ മണ്ഡലത്തിൽ നിന്ന്. അല്ല, അങ്ങനെയാവുമ്പോ അല്ല, ബേപ്പൂരിന് എന്ത് നിങ്ങൾക്ക് സമ്മാനിച്ചു? നിലവിൽ അവിടെ മൂത്രപ്പുരയുണ്ട്, അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. നിലവിലുള്ള മൂത്രപ്പോരാണ് അല്ലേ? അതുണ്ടല്ലോ. അല്ല അത് പോരല്ലോ. അത് പോരെ, എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരാം? ഒരാൾക്ക് ഒന്ന് പോരെ. എന്തൊക്കെ പദ്ധതി ഒരു വർഷത്തിൽ ഒരു വർഷത്തെ ഫണ്ടെങ്കിലും നമ്മുടെ ബേപ്പൂരിന് അനുവദിച്ച എന്ന് എടുത്തു പറയത്തക്ക രീതിയിൽ ഉണ്ടോ? എന്തെങ്കിലും ഒരു ഈ ഇദ്ദേഹം ബേപ്പൂർ ഹൈസ്കൂളിന്റെ PTA വൈസ് പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ കാലത്ത് അവിടെ ഒരു ഹോള് MP യുടെ പേരിലുണ്ട്. ഉദ്ഘാടനത്തിന് മുൻനിരയിൽ നിന്ന ആളാണ്. ആഹാ, അത് ഓളോണ്ട് മാത്രം മതിയോ അവിടെ ബേപ്പൂര്? അപ്പം രാഘവേട്ടന് നന്ദിയെന്ന് അന്ന് പറഞ്ഞില്ലേ? എന്താ അത് മതിയോ ഒരു MP എന്നുള്ള നിലയ്ക്ക്? അത് മതിയോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നിങ്ങളുടെ കൂടി വരാം. നമ്മുടെ MT രമേശ്, ഒരു നിമിഷം. നമ്മുടെ MT രമേശ് ഇത്തവണ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. MT രമേശ് കോഴിക്കോട് അറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്, പൊതുപ്രവർത്തകനാണ്. തീർച്ചയായിട്ടും MT രമേശ് വിജയിച്ചിരിക്കും. ഓക്കെ.